സംസ്കൃതത്തെ മൃതഭാഷയെന്ന് വിശേഷിപ്പിച്ച് ഉദയനിധി സ്റ്റാലിൻ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്കൃത ഭാഷയ്ക്കും തമിഴ് ഭാഷയ്ക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു സംസ്കൃതത്തെ മൃതഭാഷയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം. ഉദയനിധിയുടെ പരാമർശത്തിനെതിരെ BJP നേതാക്കൾ രംഗത്ത് വന്നു. ഉദയനിധി സാംസ്കാരിക അവഹേളനം നടത്തിയെന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണം. നവംബർ 21-ന് ചെന്നൈയിൽ നടന്ന പുസ്തക പ്രകാശനത്തിലാണ് ഉദയനിധി സംസ്കൃതം മൃതഭാഷയാണെന്ന് പറഞ്ഞത്. ഉദയനിധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തമിഴ് ഭാഷയുടെ വികാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 150 കോടി രൂപയാണ്. എന്നാൽ മൃതഭാഷയായ സംസ്കൃതത്തിന് 2400 കോടി രൂപയാണ് അനുവദിച്ചത്. ഫണ്ട് വിഭജനത്തിൽ തമിഴ്നാടിനോടുള്ള അവഗണനയ്ക്കെതിരെയും സംസ്കൃതത്തിന് ലഭിക്കുന്ന മുന്തിയ പരിഗണനയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ധനകാര്യമന്ത്രി തങ്കം തെന്നരസുവും മുമ്പ് പ്രതികരിച്ചിരുന്നു. രാജ്യത്തുടനീളം പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും ഇന്നും ഉപയോഗിക്കുന്ന ഒരു ഭാഷയെ മൃതഭാഷയെന്ന് വിളിക്കാൻ ആർക്കും അവകാശമില്ലെന്നാണ് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് തമിഴിസൈ സൗന്ദർരാജൻ പറഞ്ഞത്. സംസ്കൃതം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ നിന്നുള്ള വാക്കുകളും ആശയങ്ങളും സ്വാംശീകരിച്ച തുറന്ന മനസ്സുള്ള ഭാഷയാണ് തമിഴിനെന്നും തമിഴിസൈ പറഞ്ഞു. തമിഴ് ഭാഷ വികസിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് BJP മുൻ സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലൈ പറഞ്ഞത്. ഇതാദ്യമായല്ല ഉദയനിധിയുടെ പ്രസ്താവനകൾ BJPയും സംഘപരിവാറിനെയും ചൊടിപ്പിക്കുന്നത്. 2023-ൽ സനാതനധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ല, പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്ന് ഉദയനിധി പറഞ്ഞിരുന്നു. സനാതനധർമ്മത്തെ ഡെങ്കി, മലേറിയ, കൊറോണ പോലുള്ള പകർച്ചവ്യാധികളോട് താരതമ്യപ്പെടുത്തിയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം. സനാതനധർമ്മം സാമൂഹിക നീതിക്ക് എതിരാണെന്നും ഉദയനിധി പറഞ്ഞിരുന്നു.